ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രാപ്പിംഗ് സ്റ്റുഡിയോ. സാരി പെർഫെക്റ്റായിട്ട് ഉടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട, സജഷൻസ് എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ പറയട്ടെ, സാരി ഉടുക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സാരി തുടങ്ങുന്ന പോർഷൻ്റെ ഭാഗത്ത് ഇതുപോലൊരു കെട്ടിട്ട് കൊടുക്കണം. ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാരി പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല. ഇതുപോലെ മുന്താണിയുടെ ഇറക്കം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സാരി സെറ്റ് ചെയ്യണം. ടിപ്പ് നമ്പർ 1, ഈ സൈഡിലെ ലെയർ എടുത്ത ശേഷം ഈ പോർഷനിൽ സ്കേർട്ടിൻ്റെ കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യുക. ചിലർ ഈ പോർഷനിലൊക്കെ വെച്ച് പിൻ ചെയ്യുന്നുണ്ട്. പകരം ഈ പോർഷനിൽ വെച്ചിട്ട് പിൻ ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ ഈ പോർഷൻ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും, ഇവിടുത്തെ ലെയർ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ടിപ്പ് നമ്പർ 2, ലോവർ ഫ്ലീറ്റ് ഇങ്ങനെ എടുത്ത ശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഫ്ലീറ്റ് വലുതാക്കി എടുക്കുക. വലുതാക്കി എടുത്ത് പിൻ ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി കുറച്ച് മാറ്റി നേവലിന് തൊട്ട് താഴെയായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവസാന ഫ്ലീറ്റ് ലെങ്തി ആയിട്ട് കുറച്ച് വീതിയിൽ എടുക്കുമ്പോൾ തന്നെ ഇവിടെ എക്സസ് ആയിട്ട് വരുന്ന സാരിയുടെ പോർഷൻസ് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ടിപ്പ് നമ്പർ 3, സാരിയുടെ ഫ്ലീറ്റുകളെല്ലാം ഒരുമിച്ചെടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാരിയുടെ ലോവർ ഫ്ലീറ്റ് ക്യൂട്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത് നമുക്ക് അപ്പർ ഫ്ലീറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പർ ഫ്ലീറ്റ് അറേഞ്ച് ചെയ്ത ശേഷം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലീറ്റ് ഇങ്ങനെ മാറ്റുക. സെക്കൻഡ് ഫ്ലീറ്റിൽ വേണം പിൻ ഫിക്സ് ചെയ്യേണ്ടത്. ടിപ്പ് നമ്പർ 5, ഈ പോർഷൻ ഫിക്സ് ആയിരിക്കാനും ഫ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാനും വേണ്ടിയിട്ട് ഫസ്റ്റ് ലെയർ മാറ്റിയ ശേഷം ഈ സെക്കൻഡ് ലെയറിൽ ഇവിടെ ഇങ്ങനെ ബ്ലൗസിൻ്റെ കൂടെ ചേർത്തിട്ടൊരു പിൻ ചെയ്യാം. ടിപ്പ് നമ്പർ 6, ചിലർ സാരി ഡ്രാപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ലെയർ കഴുത്തിനോട് ചേർന്ന് ഇങ്ങനെ ഈ പൊസിഷനിൽ നിൽക്കുന്നത് കാണാം. അത് ഒഴിവാക്കാനായി ഈ പോർഷനും ബ്ലൗസിന്റെ ഭാഗവും കൂടെ ചേർത്ത് ഇവിടെ ഒരു പിൻ ചെയ്യാം. ഈ പോർഷനിൽ ഒരു പിൻ കൊടുക്കുക. ഇതുപോലൊരു പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷൻ കഴുത്തിലേക്ക് കയറുന്നത് ഒഴിവാക്കാം. ടിപ്പ് നമ്പർ 7, സാരിയുടെ ഈ പോർഷൻ തെന്നി മാറാതിരിക്കാൻ സെക്കൻഡ് ലെയറിൽ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു പിൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പോർഷൻ കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കും. ടിപ്പ് നമ്പർ 8, വണ്ണമുള്ള ശരീരപ്രകൃതിക്കാർ ബോർഡർ ഒരിക്കലും ഇതുപോലെ ക്രോസ് ചെയ്ത് ഉടുക്കരുത്. വണ്ണമുള്ള ശരീരപ്രകൃതിക്കാർ ഈ രീതിയിൽ തന്നെ അപ്പർ ഫ്ലീറ്റ് ഫിക്സ് ചെയ്യാൻ നോക്കണം. ഒരിക്കലും അവർ ഈ രീതിയിൽ ക്രോസ് ഫിക്സ് ചെയ്യരുത്. ടിപ്പ് നമ്പർ 9, ഇതുപോലെ ക്രോസ് പ്ലീറ്റ് ചെയ്ത് ഉടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് ലെയർ മാറ്റി പ്ലീറ്റ് അറേഞ്ച് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ മാറ്റി ഇവിടെ ഒരു പിൻ ചെയ്ത് ഫിക്സ് ചെയ്യുക. ടിപ്പ് നമ്പർ 10, ചിലർ സാരി ഉടുക്കുന്ന സമയത്ത് സാരിയുടെ ഫ്ലീറ്റ് പുറകിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് കാണാം. അത് മാറ്റാനായിട്ട് സാരിയുടെ ഫ്ലീറ്റ് പുറകു വശത്ത് അറേഞ്ച് ചെയ്ത ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ലെയർ മാറ്റുക, ബ്ലൗസിൻ്റെ കൂടെ ചേർത്ത്
കുറച്ച് താഴേക്ക് ഇറക്കി പിൻ ചെയ്യുക. ഇതുപോലെ ഈ പോർഷനിൽ പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ സാരി ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരുന്നത് തടയാം.